ശ്രീ ടി ജി മോഹൻദാസ്, ഈ ഒരു ഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ചില സംശയങ്ങൾ നിഴലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഗൂഢാലോചനയുണ്ടോ എന്ന് ഹൈക്കോടതി സംശയിക്കുകയാണ്. അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും കോടതി അറിയിക്കുന്നുണ്ട്. ശരി, ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ FIR ഇന്ന് മനസ്സിലാകുന്നത്. 10 പേരെ പ്രതിയാക്കിയിട്ടുണ്ട്. അതിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഒന്നുമില്ല. 10 വ്യക്തികളെയാണ് അവർ പ്രതിയാക്കിയിരിക്കുന്നത്. അതിൽ ഗൂഢാലോചന കുറ്റം തന്നെയുണ്ട്. IPC 34 ആ സെക്ഷനും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്താ കോടതിക്ക് വേണ്ടേ? ഹലോ, കേൾക്കുന്നുണ്ട്, തുടരാം. അപ്പൊ കോടതി ഗൂഢാലോചന ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് പറയും. ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് FIRൽ അവര് പറഞ്ഞിരിക്കുന്നത്. അവരത് അന്വേഷിക്കുന്നുമുണ്ട്. ഇനി അതിലപ്പുറം സ്മാർട്ട് ക്രിയേഷൻസിന് ആരെങ്കിലും പ്രതിയാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ SIT തീരുമാനിക്കേണ്ടതാണല്ലോ. കോടതിക്ക് അതിൽ ഇടപെടാം, ഇന്ന ആളിനെ പ്രതിയാക്കണം എന്നാവശ്യപ്പെടാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ SIT അത് ചെയ്യുകയും ചെയ്യും. അതിൽ വിവാദമൊന്നുമില്ല. ശരി, എന്തായാലും വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. രേഷ്മ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. രേഷ്മ, എല്ലാവരും ഒരു സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഒരു കേസിന് നിരവധി ഡൈമെൻഷൻസ് ഉണ്ട്. കാരണം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്? കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമാണുള്ളത്? അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടോ? മാത്രവുമല്ല, എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നില്ല? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ. കാരണം അത്രത്തോളം സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്രയും പോലീസ് കാവലുണ്ടായിരുന്ന സമയത്ത് ചില സഹായങ്ങളോട് കൂടി തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതിനിടയിൽ എങ്ങനെ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയും? ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം അവിടെ വളരെ വ്യക്തമാണ്. ദേവിക, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ നേരത്തെ തന്നെ ഇടപാടും ആശയവിനിമയമൊക്കെ തന്നെ ബന്ധമൊക്കെ തന്നെ ഉണ്ട് എന്ന് ഈ അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. അതുമാത്രമല്ല, ഈ ഭരണസമിതിയിലുള്ള ആളുകളുമായിട്ടും കൃത്യമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധം ഇയാൾക്കുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സ്പോൺസർഷിപ്പ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ദ്വാരപാലക സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് അത് ചെമ്പെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സഹായമൊക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് നിലവിൽ SIT അടുത്ത ഘട്ടത്തിലേക്കായിരിക്കും കടക്കുക. അതായത് ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികളെ ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണമായിട്ട് നിലവിൽ SITയുടെ മുന്നിലുള്ളത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ ഗൂഢാലോചന കൂടി തെളിയിക്കണം. നിലവിൽ SIT തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്, ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ മറ്റ് ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനകൾ കൂടി അന്ന് പുറത്തു വന്നിരുന്നു. എന്തായാലും ഹൈക്കോടതിയിൽ ഈ ഇടക്കാല റിപ്പോർട്ട് വന്ന സമയത്ത് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള അന്വേഷണത്തിൽ കൂടുതലായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും ഏത് വിധത്തിലാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്, അവർക്ക് വേണ്ടി സഹായം ചെയ്ത ദേവസ്വം ബോർഡിലെ അതിന്റെ ഭരണസമിതിയിലെ ആളുകൾ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, അവരാരൊക്കെയാണ്, അവരെ കേന്ദ്രീകരിച്ച് അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്കായിരിക്കും ഈ പറയുന്ന SIT സംഘം കടക്കുക. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ മറയായി പ്രവർത്തിക്കുകയായിരുന്നു. കൃത്യമായിട്ടുള്ള ആശയവിനിമയം ദേവസ്വം ബോർഡിലെ ഭരണസമിതിയിലുള്ള ആളുകളുമായിട്ടും അതോടൊപ്പം തന്നെ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു. ദൃഢമായിട്ടുള്ള ബന്ധവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ പറയുന്ന കൽപേഷ്, അതോടൊപ്പം തന്നെ അനന്തസുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള ആളുകൾ, അതിൽ ഏറ്റവും പ്രധാനം ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ 1 മാസവും അതോടൊപ്പം തന്നെ 9 ദിവസവും ദ്വാരപാലക സ്വർണ്ണപ്പാളി കൈവശം വെച്ചതിന് ശേഷം എത്തിച്ചത് നാഗേഷ് എന്ന് പറയുന്ന ഒരു ഹൈദരാബാദുകാരനാണ്. അയാളെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇനി അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ SIT സംഘം കടക്കുകയും ചെയ്യും. അതിലൂടെ മാത്രമേ ഈ ഗൂഢാലോചന ഏത് വിധത്തിലാണ് അരങ്ങേറിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരികയുള്ളൂ. ദേവിക, ശരി രേഷ്മ, പക്ഷേ നമുക്ക് അറിയാമല്ലോ, കാരണം ഈ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായൊരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു കൂടി നിന്നുകൂടി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഇനി ചില പ്രമുഖരായ വ്യക്തികൾ കൂടി ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ചില സംശയങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. പ്രമുഖ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല, തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവർ കൂടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വരുമോ, അല്ലെങ്കിൽ മറന്നേക്ക് പുറത്തേക്ക് വരുമോ എന്നിങ്ങനെയുള്ള ചില സംശയങ്ങളും കൂടി ഇപ്പോൾ നിഴലിക്കുന്നുണ്ടല്ലോ.
അതെ, അതായത് ചില വ്യവസായികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി SIT സംഘം ആദ്യഘട്ടത്തിൽ തന്നെ കടന്നിരുന്നു. ആ വ്യവസായികൾ ഏത് വിധത്തിലാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആശയവിനിമയങ്ങൾ നടത്തിയത്, ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ കവർന്നെടുത്ത സ്വർണം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധത്തിലായിരുന്നു, അതിന് സഹായം ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ കട്ടിളപ്പാളി അടക്കം കൊണ്ടുപോയി പൂജ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും പല വീടുകളിലും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയും അത് പൂജ ചെയ്യുകയും ചെയ്തു. ആ പൂജകളിലൊക്കെ തന്നെ വൻപന്മാരാണ് പങ്കെടുത്തത്, അതായത് പ്രമുഖരായിട്ടുള്ള വ്യവസായികളാണ്. അപ്പോൾ അവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. എന്തായാലും SIT നിലവിൽ ഇന്ന് കൊടുത്തിട്ടുള്ള ഇടക്കാല റിപ്പോർട്ട് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ്. ഇനി കൂടുതലായിട്ട് വിശദമായിട്ടുള്ള അന്വേഷണം രണ്ടാം ഘട്ടത്തിൽ കടക്കുന്നതേ ഉള്ളൂ. അതിൽ മാത്രമേ ഗൂഢാലോചന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തെളിവുകൾ ശേഖരിക്കാനും സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ 1 മാസം സമയം ഇനി വീണ്ടും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അന്നേ ദിവസം ഇടക്കാല റിപ്പോർട്ട് വീണ്ടും നൽകേണ്ടി വരും. അതായത് ഓരോ സമയത്തും ഓരോ ഘട്ടത്തിലും ഏത് വിധത്തിൽ അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ട്, ഇതുവരെ ശേഖരിച്ച തെളിവുകൾ എങ്ങനെയാണ്, അതിന്റെ രേഖകൾ, ഇതൊക്കെ തന്നെയാണ് ഇടക്കാല റിപ്പോർട്ടായിട്ട് SIT സംഘം ഓരോ സമയത്തും നിശ്ചിത ഇടവേളകളിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കേണ്ടത്. എന്തായാലും അടുത്ത മാസം തന്നെയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള 2ാം ഘട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SIT സംഘത്തലവൻ നേരിട്ടെത്തി ഹാജരാക്കുക. ദേവിക.